നമസ്കാരം. പ്രധാന വാർത്തകൾ. പീഡന പരാതിയിൽ CPM അച്ചടക്ക നടപടിയെടുത്ത PK ശശി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ജനകീയ വിചാരണ. പരാതി അന്വേഷിച്ച മന്ത്രി AK ബാലനാണ് ഈ പീഡനക്കേസിൽ ഒന്നാം പ്രതിയെന്ന് K മുരളീധരൻ MLA. AK ബാലന്റേത് സത്യപ്രതിജ്ഞാ ലംഘനം. CPM അച്ചടക്ക നടപടിക്ക് ശേഷം PK ശശി MLA പങ്കെടുത്ത ചെറുപ്പശ്ശേരിയിലെ ആദ്യ പരിപാടിയിൽ നിന്നും ക്ഷണിതാക്കളായ CPM ജില്ലാ കമ്മിറ്റി അംഗം PK സുധാകരനും ഏരിയ സെക്രട്ടറിയും വിട്ടുനിന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. UDFും BJPയും ചടങ്ങ് ബഹിഷ്കരിച്ചു. വിശ്വാസികളുടെ ആചാരങ്ങൾ തകർക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നതെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി. കോടതി വിധിയുടെ മറവിൽ അയ്യപ്പ ഭക്തരെ മനഃപൂർവ്വം അവഹേളിക്കുന്നു. താലൂക്ക് സഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും നടപ്പാകുന്നില്ലെന്ന് പരാതി. പട്ടാമ്പി, പെരിന്തൽമണ്ണ താലൂക്ക് സമിതികളിൽ ഉയർന്നത് ഒരേ ആക്ഷേപം. യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ. മണ്ണാർക്കാട് ദേശീയപാത നവീകരണം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കാനാകുമെന്ന് താലൂക്ക് സഭയിൽ ദേശീയപാത വിഭാഗം. ലോക എയ്ഡ്സ് ദിനാചരണം. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. എയ്ഡ്സ് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിൽ നടന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഗ്രാമസഭാ യോഗത്തിൽ ബഹളവും വാക്കേറ്റവും. വോട്ടർമാരെ അറിയിക്കാതെ തന്നിഷ്ടക്കാരെ വിളിച്ചാണ് ഗ്രാമസഭ ചേർന്നതെന്ന് പരാതി. പദ്ധതികളിൽ അഴിമതിയും ക്രമക്കേടുമെന്നും ആരോപണം. PK ശശി MLAക്കെതിരെ ഉയർന്ന പരാതി അന്വേഷിച്ച മന്ത്രി AK ബാലനാണ് പീഡനക്കേസിലെ ഒന്നാം പ്രതിയെന്ന് K മുരളീധരൻ MLA. പരാതിക്ക് കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിട്ടും നിയമ നടപടി സ്വീകരിക്കാത്ത വ്യക്തിയാണ് നിയമമന്ത്രിയായ AK ബാലനെന്നും K മുരളീധരൻ പറഞ്ഞു. PK ശശി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DCC സംഘടിപ്പിച്ച ജനകീയ വിചാരണ ചെറുപ്പശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരാൾ കൊലപാതകം നടത്തുമ്പോൾ ആ കൊലപാതകി മാത്രമല്ല കുറ്റക്കാരൻ, ആ കൊലപാതകം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നവരും കുറ്റക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയത് PK ശശി മാത്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ നിയമമന്ത്രി AK ബാലനും സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം രണ്ടുപേരെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചത്. അതിലൊന്ന് ശ്രീ AK ബാലനും രണ്ടാമൻ ശ്രീമതി PK ശ്രീമതിയാണ്. സ്വന്തം പാർട്ടിക്കാരൻ ചെയ്ത ഒരു കുറ്റം അന്വേഷിക്കാൻ അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തുമ്പോൾ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമ്പോൾ ആ സഹപ്രവർത്തകൻ കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇവിടെ പാർട്ടിക്ക് നൽകുന്ന റിപ്പോർട്ട് കൊണ്ട് ആ മന്ത്രിയുടെ ചുമതല അവസാനിക്കുന്നില്ല. ശശിയെക്കുറിച്ച് അന്വേഷിച്ചു, ശശി കുറ്റക്കാരനല്ല എന്നാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ ബാലനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അവർ കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ AK ബാലൻ ഉൾപ്പെട്ട രണ്ടംഗ കമ്മിറ്റി പറയുന്നു കുറ്റം ചെയ്തു. അപ്പോൾ കുറ്റവാളിയാണെന്ന് നിയമമന്ത്രിക്ക് ബോധ്യമുള്ള ഒരാളെ നിയമത്തിന്റെ കയ്യിലേൽപ്പിക്കേണ്ട ചുമതല നിയമമന്ത്രിക്കില്ലേ? അവിടെയാണ് ഇപ്പോൾ ഇതില് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയാൽ ഇപ്പോൾ ഒന്നാം പ്രതി ശശിയല്ല, ശശി കുറ്റക്കാരനാണെങ്കിൽ ആ കുറ്റം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന നിയമമന്ത്രി AK ബാലനാണ് ഈ കേസിലെ ഒന്നാം പ്രതി. മുഖ്യമന്ത്രിയായും AK ബാലനുമായുള്ള PK ശശിയുടെ അടുത്ത ബന്ധമാണ് 6 മാസത്തെ സസ്പെൻഷനായി ചുരുങ്ങാൻ കാരണമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പറഞ്ഞു. പരാതിക്കാരി വീണ്ടും പരാതി നൽകിയതിനെക്കുറിച്ച് എന്താണ് CPMന് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടിയിൽ CPM എന്നുള്ള പാർട്ടിയിലെ യോഗങ്ങളിൽ ഇനി ശശി പങ്കെടുക്കാൻ കഴിയില്ല. അത് ഈ പെൺകുട്ടിയുടെ പരാതിയും പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നാണ് അന്നത്തെ പത്രവാർത്തകൾ. അങ്ങനെയായിരിക്കെ ഇനി അത് തന്നെ സമ്മതിച്ചാൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, ക്രിമിനൽ നടപടി ചട്ട നിയമപ്രകാരം, നിയമവ്യവസ്ഥയിലാണ് ഈ പരാതി കൊടുത്തിരുന്നെങ്കിൽ ജാമ്യമില്ലാത്ത ശിക്ഷ ഇദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. MLA രാജിവെക്കും വരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, PP വിനോദ് കുമാർ, KSB തങ്ങൾ, O വിജയകുമാർ, ഹരിശങ്കർ, മണ്ഡലം പ്രസിഡന്റ് C പ്രഭാകരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.
CPM അച്ചടക്ക നടപടിക്ക് ശേഷം ആദ്യമായി പി കെ ശശി MLAയും CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനും ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിക്ക് അവാർഡ് ലഭിച്ചതിൻ്റെ ആഘോഷ പരിപാടിയിലാണ് MLA അധ്യക്ഷനായും സെക്രട്ടറി ഉദ്ഘാടകനുമായത്. UDFും BJPയും ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ ക്ഷണിതാക്കളായ CPM ജില്ലാ കമ്മിറ്റി അംഗം PK സുധാകരനും CPM ഏരിയ സെക്രട്ടറി KB സുഭാഷും ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. പി കെ ശശി MLAയെ CPM 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത ശേഷം ആദ്യത്തെ പൊതുപരിപാടിയിലാണ് അദ്ദേഹം ചെറുപ്പശ്ശേരിയിൽ പങ്കെടുത്തത്. ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിക്ക് സേവന മികവിന് ദേശീയ അവാർഡ് ലഭിച്ചതിൻ്റെ ആഘോഷ പരിപാടിയുടെ അധ്യക്ഷനായാണ് പി കെ ശശി MLA പങ്കെടുത്തത്. പരിപാടിയുടെ ഉദ്ഘാടകൻ CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ആയിരുന്നതും ശ്രദ്ധേയമായി. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PA ഉമ്മർ ചെയർമാനായ ആശുപത്രിയാണ് കോപ്പറേറ്റീവ് ആശുപത്രി. പി കെ ശശി MLA പങ്കെടുക്കുന്നതിനാൽ UDFും BJPയും ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ ആശുപത്രിയുടെ സ്ഥാപക ചെയർമാനും നിലവിൽ ഡയറക്ടറും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ PK സുധാകരനും CPM ഏരിയ സെക്രട്ടറി KB സുഭാഷും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമായി. ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വിശ്വാസികളുടെ ആചാരങ്ങൾ തകർക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നതെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പറഞ്ഞു. യുവമോർച്ച ചെറുപ്പശ്ശേരിയിൽ സംഘടിപ്പിച്ച KP ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ അവകാശം ഇത്രാം തീയതിക്കുള്ളിൽ സ്ഥാപിച്ചു നൽകണമെന്ന ഒരു വിധിയില്ല. ആ വിധിയുടെ മറവിൽ കേരളത്തിൽ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിശ്വാസത്തെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞാൻ അവരുടെ പരിശ്രമത്തെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും അവരുടെ പ്രസംഗങ്ങളെക്കുറിച്ചും ഒന്നും പറയേണ്ട, നിങ്ങൾക്കറിയാം. സുപ്രീം കോടതി വിധി ഉണ്ടായില്ലേ, നടപ്പിലാക്കാതെ എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. സുപ്രീം കോടതി വിധി ഉണ്ടായത് നടപ്പിലാക്കാതെ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുന്ന അതേ സർക്കാരാണ് പിറവംപള്ളിയിലെ കോടതി വിധി നടപ്പിലാക്കാത്തതും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ യുവമോർച്ച ജില്ലാ സെക്രട്ടറി A ധനുഷ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി N മനോജ്, വിപിൻ കാർൽമണ്ണ, പ്രദീപ് കുറ്റിക്കോട്, BJP നേതാക്കളായ K ശിവദാസ്, AP സതീഷ് കുമാർ, P ജയൻ, K ജയരാജ്, KP അനൂപ്, P ജയപ്രകാശ്, K ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. താലൂക്ക് സഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന് പരാതി. ശനിയാഴ്ച ഉയർന്ന പെരിന്തൽമണ്ണ താലൂക്ക് സഭയിലാണ് പരാതി ഉയർന്നത്. യോഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാതിരുന്ന വകുപ്പ് തല ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ഭൂരിഭാഗവും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചകളിൽ താലൂക്ക് സഭ ചേരുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും. എന്നാൽ ഈ തീരുമാനങ്ങളൊന്നും നടപ്പാകുന്നില്ലെന്നാണ് ശനിയാഴ്ച ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നത്. വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ സ്ഥിരമായി യോഗത്തിന് പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു മറ്റൊരു പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് താക്കീത് നോട്ടീസ് അയച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ താലൂക്ക് സഭാ യോഗത്തിൽ ഭൂരിഭാഗം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ കാലതാമസം എടുക്കുന്നു എന്ന് താലൂക്ക് സഭയിൽ പരാതി ഉയർന്നു. ഒരേ കരാറുകാരൻ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നതിനാലാണ് കാലതാമസം വരുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ സഭയെ അറിയിച്ചു. ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു പരിചരണം ബ്ലോക്കുമായി ബന്ധിപ്പിക്കാൻ ദേശീയപാതയിൽ നടപ്പാലം നിർമ്മിക്കാൻ ഫണ്ട് വകയിരുത്തുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് മഞ്ഞളാംകുഴി അലി MLA അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടി വൈകുന്നതിൽ താലൂക്ക് സഭയിൽ പരാതി വന്നു. എന്നാൽ ദേശീയപാത അധികൃതരുടെ അനുമതി ലഭിക്കാത്തതിനാലാണ് നടപടി നീണ്ടുപോകുന്നതെന്ന് സഭയിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി എക്സൈസ് വിഭാഗത്തിനെതിരെ താലൂക്ക് സഭയിൽ പരാതി ഉയർന്നു. ഇക്കാര്യത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് താലൂക്ക് സഭ ആവശ്യപ്പെട്ടു. പട്ടാമ്പി താലൂക്ക് സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികളുടെ രൂക്ഷമായ വിമർശനം. താലൂക്ക് സമിതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാകുന്നില്ലെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ തുറന്നടിച്ചു. നവീകരണത്തിനായി അടച്ചിട്ട പട്ടാമ്പി കുളപ്പുള്ളി പാത ചെറുവാഹനങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ തുറന്നുകൊടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഓരോ മാസവും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അനുകൂലമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന പരാതിയുമായി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അന്തവിലാസിനിയാണ് രംഗത്തെത്തിയത്. ഇത് ജനപ്രതിനിധികളോടുള്ള അവഹേളനമാണ്. പൊതുമരാമത്ത് വകുപ്പാണ് ഇക്കാര്യത്തിൽ മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്നത്. 3 വർഷമായി പറയുന്ന പല കാര്യങ്ങളിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇനി താലൂക്ക് സമിതി യോഗത്തിൽ എത്തില്ല എന്നുമായിരുന്നു പ്രസിഡന്റിന്റെ ഭീഷണി. ഈ സമയത്ത് പഞ്ചായത്തിലിരിക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് അവിടെ പ്രസിഡന്റ് ഉണ്ടെന്ന് തോന്നും. അതുകൊണ്ട് താലൂക്ക് സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും PWയുടെ ഭാഗത്ത് നിന്ന് എന്ന് നടപടികൾ വരുന്നോ അന്ന് മുതൽക്കാണ് ഇനി വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് താലൂക്ക് സഭയിൽ ഇരിക്കുന്നുള്ളൂ. വല്ലപ്പുഴയിലെ പൊതുമരാമത്ത് റോഡിലെ കയ്യേറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രസിഡന്റിന്റെ വിശദീകരണം. ഇക്കാര്യം മറ്റു ജനപ്രതിനിധികളും ഏറ്റുപിടിച്ചു. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മുഹസിൻ MLA ഇക്കാര്യത്തിൽ ഉടൻ തന്നെ പ്രശ്നപരിഹാരം കാണണമെന്ന്
പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നിർദ്ദേശിച്ചു. നവീകരണം നടക്കുന്ന പട്ടാമ്പി-കുളപ്പള്ളി പാതയിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൗകര്യം അടുത്ത ദിവസം മുതൽ ഒരുക്കുമെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. പട്ടാമ്പി കോളേജിന് എതിർവശത്തെ പാതയിലൂടെയാണ് കടന്നുപോകേണ്ടത്. പൂർണ്ണമായ ഗതാഗതം ഒരാഴ്ചയ്ക്കകം സാധ്യമാകും. കൂറ്റനാട് ടൗണിലെ മാവേലി സ്റ്റോറിനെ കുറിച്ചുള്ള പരാതികളാണ് നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രജീഷ് സഭയിൽ അറിയിച്ചത്. വല്ലപ്പുഴയിൽ ഓട്ടോറിക്ഷകൾക്ക് മീറ്റർ സീൽ ചെയ്യാനുള്ള അസൗകര്യങ്ങൾ, കൂറ്റനാട്ടെ ട്രാഫിക് പ്രശ്നങ്ങൾ, പട്ടാമ്പിയിലെ കയ്യേറ്റങ്ങൾ, ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് റേഷൻ കാർഡ് ഉടൻ ലഭ്യമാക്കൽ, കുടിവെള്ളത്തിന്റെ പേരിൽ അമിതമായി ചാർജ് ഈടാക്കുന്ന പരാതികൾ തുടങ്ങിയവയും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ചയായി. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ KSB തങ്ങൾ, തിരുവേഗപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ശാരദ, നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രജിഷ, തഹസിൽദാർ കാർത്തിയാനി ദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ദേശീയപാത നവീകരണം ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കാനാകുമെന്ന് ദേശീയപാത അധികൃതർ താലൂക്ക് സഭയിൽ അറിയിച്ചു. മണ്ണാർക്കാട് തെങ്കര സമഗ്ര ശുദ്ധജല പദ്ധതിയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയത് പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും താലൂക്ക് സഭ തീരുമാനിച്ചു. മണ്ണാർക്കാട് തെങ്കര സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ പമ്പ് ഹൗസിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതിൽ വഴി പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനെയും നഗരസഭയെയും ശനിയാഴ്ച ചേർന്ന താലൂക്ക് വികസന സമിതി യോഗം ചുമതലപ്പെടുത്തി. ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തി ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കും. ആദ്യത്തെ 20 കിലോമീറ്റർ ഡിസംബർ-ജനുവരി മാസത്തോടെ പൂർത്തിയാക്കാനാകുമെന്നും ദേശീയപാത അധികൃതർ താലൂക്ക് സഭയിൽ അറിയിച്ചു. വികലാംഗർക്കുള്ള ലേണേഴ്സ് ടെസ്റ്റിനും മറ്റും താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാൾ 3-ാമത്തെയും 4-ാമത്തെയും ശനിയാഴ്ചകളിൽ വിട്ടുകൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. പുഴ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റിനെ ഉൾപ്പെടുത്തി യോഗം വിളിക്കും. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൽ ആനമൂളി വരെയുള്ള നവീകരണ പ്രവൃത്തി ഉടനെ ചെയ്തു തീർക്കാൻ MLA ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത വാഹനങ്ങൾ വഴിമുടക്കി സൂക്ഷിച്ചിരിക്കുന്നതിനാൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്യാസ് കണ്ടെയ്നറുകൾ രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെ നിയമാനുസരണമല്ലാതെ ദേശീയപാതയിലൂടെ ഓടുന്നതിൽ നടപടി സ്വീകരിക്കാൻ ജോയിന്റ് RTOയ്ക്ക് നിർദ്ദേശം നൽകി. വികസന സമിതി യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്താത്തതിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. TK സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിലാണ് വികസന സമിതി യോഗം ചേർന്നത്. N ഷംസുദ്ദീൻ MLA, കുമരമുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളശ്ശേരി, തഹസിൽദാർ S നസീർ ഖാൻ, അഡീഷണൽ തഹസിൽദാർ ശിവനാരായണൻ, വികസന സമിതി അംഗങ്ങളായ സന്തോഷ്, മോൻസി ജോസഫ്, ശെൽവരാജ്, സദക്കത്തുള്ള തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഗ്രാമസഭാ യോഗത്തിൽ ബഹളവും വാക്കേറ്റവും. പദ്ധതികളിൽ അഴിമതിയും ക്രമക്കേടും ആരോപിച്ച് വോട്ടർമാരാണ് ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ഇത് കയ്യാങ്കളിയിലേക്കും നീങ്ങി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിയുടെ 15-ാം വാർഡ് തൂത കൂത്തുപറമ്പ് ഗ്രാമസഭാ യോഗത്തിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായത്. വോട്ടർമാരെ അറിയിക്കാതെ തന്നിഷ്ടക്കാരെ വിളിച്ച ഗ്രാമസഭാ യോഗം കൂടി എന്നാണ് ചില വോട്ടർമാരുടെ പരാതി. പ്രസിഡന്റ് ഭർത്താവിന്റെ നേതൃത്വത്തിൽ മിനിറ്റ്സിൽ കൃത്രിമം കാട്ടി തീരുമാനങ്ങളും ഹാജരും എഴുതിച്ചേർത്തെന്നും യോഗ്യതാ ലിസ്റ്റിൽ അനർഹരായ തന്നിഷ്ടക്കാരെ തള്ളിക്കയറ്റിയെന്നും വാർഡിലെ റോഡ്, കെട്ടിടം പോലുള്ള വികസനങ്ങളിൽ വ്യാപക ക്രമക്കേട് കാണിച്ചെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഭരണസമിതിക്കെതിരെ ഉയർന്നത്. കോറം തികയാത്തതിനാൽ വോട്ടർമാരുടെ എതിർപ്പിനെ തുടർന്ന് വെള്ളിയാഴ്ച നടത്താൻ നിശ്ചയിച്ച ഗ്രാമസഭ മാറ്റിവെച്ചിരുന്നു. ഈ ഗ്രാമസഭ ശനിയാഴ്ച വീണ്ടും ചേർന്നപ്പോഴാണ് വോട്ടർമാർ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ബഹളത്തിനൊടുവിൽ ഗ്രാമസഭാ യോഗം പൂർത്തിയാക്കി. ആലിപ്പറമ്പ് പഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ നിലവിൽ അഴിമതി ആരോപണങ്ങളിലടക്കം വിജിലൻസ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്നു. മഞ്ഞളാംകുഴി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടിയുടെ ഭാഗമായി സന്ദേശ റാലി, സിഗ്നേച്ചർ ക്യാമ്പയിൻ, എക്സിബിഷൻ, ഫ്ലാഷ് മോബ്, പൊതുസമ്മേളനം തുടങ്ങിയ പരിപാടികളാണ് നടന്നത്. ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ സന്ദേശ റാലി DYSP MP മോഹനചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ആശുപത്രി അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സക്കീന മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സലീം ഗുരുവമ്പലം എയ്ഡ്സ് ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. HIV അണുബാധ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ആരോഗ്യപരമായ ജീവിതത്തിന് ആവശ്യമായ ജീവിതശൈലി പിന്തുടരുമെന്നും ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു.
ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ റഷീദ് അലി, ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജു മാത്യൂസ്, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ കെ എസ് ഈദി, കുറ്റീരി മാനുപ്പ, ടി എം ഗോപാലൻ, ഭാസ്കരൻ തൊടുമണ്ണിൽ തുടങ്ങിയവർ സംസാരിച്ചു. കിംസ് അൽഷിഫ, മൗലാന, EMS ആശുപത്രികളുടെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഒരുക്കിയ എയ്ഡ്സ് ബോധവൽക്കരണ പ്രദർശനവും നടന്നു. എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി വേറിട്ട പരിപാടിയൊരുക്കി ചെറുപ്പശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ മാതൃകയായി. തെരുവ് നാടകത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ എയ്ഡ്സിനെതിരെ ബോധവൽക്കരണവുമായി രംഗത്തിറങ്ങിയത്. മുഖത്ത് ചായം പൂശി ബോധവൽക്കരണ ബോർഡുകളുമായി എത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആളുകൾക്ക് കൗതുകമുളവാക്കി. ആദ്യം പാട്ടും തമാശകളുമായി നാടകം തുടങ്ങിയപ്പോൾ ആളുകളിൽ ചിരി പരത്തിയെങ്കിലും ഇവർ പറയുന്ന വിഷയം തമാശ ആയിരുന്നില്ല. സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നാടകത്തിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. നമ്മുടെ സമൂഹത്തിലെ കൗമാരക്കാരെയാണ്. പിന്നെന്താ, ലോകമെമ്പാടും 3.5 കോടി ആളുകൾ എയ്ഡ്സ് രോഗബാധിതരാണ്. ഇതിനെതിരെ നമുക്കൊരു ബോധവൽക്കരണം ആവശ്യമല്ലേ കൂട്ടുകാരെ? എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി വേറിട്ട പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്നാണ് ചെറുപ്പശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗത്തിലെ NSS വിദ്യാർത്ഥികൾ തെരുവ് നാടകം സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടന്ന നാടകത്തിന് 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടികൾക്ക് പ്രോഗ്രാം ഓഫീസർ K പ്രഭാകരൻ, T ശാരിക, MV കിഷോർ, K ഷാജഹാൻ, പവിത്രൻ, ശ്രീരേഖ, രമ എന്നിവർ നേതൃത്വം നൽകി. 2019-2020 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആരോഗ്യം, കൃഷി, മൃഗസംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് AK നാസർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത താഴേക്കോടിനും ഹരിതഗ്രാമം പദ്ധതിക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ബഡ്സ് സ്കൂൾ ആരംഭിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിൻ്റെ 2019-2020 വർഷത്തെ പദ്ധതിയിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ പ്രസിഡന്റ് AK നാസർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വികസന സെമിനാറിൽ നിലവിലുള്ള ഒരു വർഷത്തെ പദ്ധതികളുടെ ഒരു അവലോകനവും അതിൽ നമുക്ക് വന്നിട്ടുള്ള അപാകതകൾ മറ്റുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വരും വർഷത്തെ പദ്ധതിയുടെ രൂപീകരണവുമാണ് നമുക്ക് ഇന്ന് നടത്താറുള്ളത്. വൈസ് പ്രസിഡന്റ് മറിയക്കുട്ടി തെക്കേക്കര അധ്യക്ഷയായി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാഫർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PT ഹൈദർസാജി, ഹംസത്ത്, സറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ സംഘടിത വനിതാ കൂട്ടായ്മ നിർമ്മിച്ച ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലുള്ള വനിതാ തൊഴിലാളി കൂട്ടായ്മ നിർമ്മിച്ച ആദ്യ ഭവനത്തിന്റെ താക്കോൽദാനമാണ് നടന്നത്. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താവായ മഠത്തിൽ സുരേഷ് ബാബുവിൻ്റെ വീടിൻ്റെ നിർമ്മാണമാണ് ഗ്രാമപഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളിലെ വനിതകളുടെ നിർമ്മാണ മേഖലാ യൂണിറ്റായ സംഘടിത ഏറ്റെടുത്തത്. 51 ദിവസത്തെ പരിശീലനത്തിനിടയിൽ തന്നെ ഈ 29 അംഗ സംഘം വീട് പണി പൂർത്തീകരിച്ചു. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഇവർക്ക് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. 200 രൂപ വീതം പരിശീലന സമയത്ത് സ്റ്റെപ്പൻഡ് നൽകിയിരുന്നു. ലൈഫ് മിഷൻ ഗുണഭോക്താവിന് കൂലി ചെലവ് കുറഞ്ഞ് വീട് നിർമ്മിക്കാമെന്നതുകൂടി ഇതിൻ്റെ നേട്ടമായി. ചടങ്ങ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KS സലീഖ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് ഓരോ മേഖലയിലും ആവശ്യമായ പരിശീലനങ്ങൾ നൽകി അവരെ പ്രാപ്തമാക്കുക എന്ന നിലയിലാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് ഇത്തരത്തിൽ പ്രാപ്തി നേടാൻ സാധ്യമായത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ചടങ്ങിൽ കുടുംബശ്രീ സ്കൂളിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ നിർവഹിച്ചു. പ്രളയബാധിതർക്കുള്ള കുടുംബശ്രീ ഡിസ്കൗണ്ട് കാർഡ് സിൽക്ക് ഡയറക്ടർ N ഹരിദാസനും യൂണിഫോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രുക്മിണിയും സർട്ടിഫിക്കറ്റുകൾ ADMC പ്രേംദാസും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN ഷാജു ശങ്കർ അധ്യക്ഷത വഹിച്ചു.
ഉഷാറാണി, MC കുഞ്ഞഹമ്മദ് കുട്ടി, VC ഉണ്ണികൃഷ്ണൻ, PK ഗംഗാധരൻ, ലജീഷ്, മാധവിക്കുട്ടി, KS മധു, സുരേഷ് ബാബു, രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘത്തിൻ്റെയും പെരിന്തൽമണ്ണ AKG പ്രവാസി നവമാധ്യമ കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ചെറുകരയിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. പ്രവാസി സംഘം മേലംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പെരിന്തൽമണ്ണ AKG പ്രവാസി നവമാധ്യമ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചത്. നവോത്ഥാനത്തിൻ്റെ സമകാല പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ പ്രൊഫസർ വിജു നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നിർമ്മാണ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറി ശശികുമാറിന് സ്വീകരണം നൽകി. C കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. PP വാസുദേവൻ, NP ഉണ്ണികൃഷ്ണൻ, P ഗോവിന്ദപ്രസാദ്, S ശ്രീരാജ, K വിജയലക്ഷ്മി, സ്വപ്ന ബാബുരാജ്, ഹംസ താമുള്ളി, MK ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് ആശാൻ എഴുതുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ ഇന്ത്യൻ ദേശീയ സന്ദർഭത്തിന്റെയോ ദേശീയ പ്രസ്ഥാനത്തിന്റെയോ സന്ദർഭത്തിലല്ല, ഇന്ത്യൻ ദേശീയ സമരത്തിന്റെ സന്ദർഭത്തിലേ അല്ല. നമ്മൾ പലപ്പോഴും അത് കോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ദേശീയ സമരത്തിന്റെ കോൺടെക്സ്റ്റിലാണ്. അല്ല, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് എന്ന് ആശാൻ എഴുതുന്നത് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സാധാരണക്കാരനായ മനുഷ്യന്റെ ഹൃദയത്തിൽ പെരുവിരൽ നിന്നുണ്ട്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളൂ. ഇതായിരുന്നു കാലം. 20ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെയുള്ള കാലം ഇതാണ്. കോട്ടപ്പുറത്ത് അപ്ഹോൾസ്റ്ററി കടയ്ക്ക് തീപിടിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടപ്പുറം റേഷൻ കടയ്ക്ക് സമീപമുള്ള അപ്ഹോൾസ്റ്ററി കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് ആണ്ടിപ്പാടം സ്വദേശി ഹരികൃഷ്ണ നിവാസിൽ സുന്ദരരാജൻ്റെ ഹരികൃഷ്ണ അപ്ഹോൾസ്റ്ററി കടയ്ക്കാണ് തീപിടിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. റെക്സിൻ, സീറ്റ് കവർ, മെഷീൻ, സ്പോഞ്ച്, വിവിധ വാഹനങ്ങളുടെ പണി കഴിഞ്ഞ സീറ്റ്, ടൂൾസ് എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. കടയുടെ ഷട്ടർ തകർന്നു. ചുമരുകൾ വിണ്ടുകീറി. വട്ടമ്പലത്ത് നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തൊട്ടടുത്ത റബ്ബർ കടയിലേക്ക് നേരിയ തോതിൽ തീ പടർന്നെങ്കിലും നാശനഷ്ടമില്ല. ശ്രീകൃഷ്ണപുരം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുമരമ്പത്തൂർ പയ്യനടം AUP സ്കൂളിൽ ഗവേഷണാത്മ ശാസ്ത്രശില്പശാല സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. SCRTയുടെ അംഗീകാരത്തോടെ ടെക് മലപ്പുറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാൽഡോസ്കോപ്പ് എന്ന പേരിൽ പയ്യനടം AUP സ്കൂളിൽ ഗണിതാത്മക ശാസ്ത്രശില്പശാല സംഘടിപ്പിച്ചത്. വായുമർദ്ദവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ ശില്പശാലയിലൂടെ കുട്ടികൾ നിർമ്മിച്ചു. വളരെ കൗതുകകരവും ആവേശപരവുമായാണ് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തത്. ഓരോ കുട്ടിയെയും കുട്ടിശാസ്ത്രജ്ഞനാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. 7ാം ക്ലാസ്സിലെ മർദ്ദം വാതകത്തിലും ദ്രാവകത്തിലും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടെക് മലപ്പുറം നടത്തുന്ന ഒരു ഗവേഷണാത്മക ശാസ്ത്ര പ്രോജക്റ്റാണ് ഇപ്പോഴീ ശില്പശാലയായിട്ട് നടത്തുന്നത്. ഇതിന് SCRTയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. SCRTയുടെ ധനസഹായത്തോടെ ഞങ്ങൾ ടെക് മലപ്പുറം നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽ വന്ന ശാസ്ത്ര പഠനത്തിൽ കുട്ടികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ടെക് മലപ്പുറം ആസൂത്രണം ചെയ്ത ഗവേഷണാത്മക ശാസ്ത്ര പ്രോജക്റ്റാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ 50 കുട്ടികളും 10 രക്ഷിതാക്കളും മറ്റ് സ്കൂളിൽ നിന്നുള്ള 3 അധ്യാപകരുമാണ് പങ്കെടുത്തിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജൻ ആമ്പാടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളശ്ശേരിയാണ് ഉദ്ഘാടനം ചെയ്തത്. ശാസ്ത്ര പഠനം കൂടുതൽ മികവുറ്റതാക്കാൻ ഇത്തരം ശില്പശാലകൾ ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നമ്മൾ ക്ലാസ് മുറിയിൽ പഠിച്ച കാര്യങ്ങൾ പരീക്ഷണം നടത്തി നമ്മളത് കണ്ടെത്തുകയാണ്. ഒരർത്ഥത്തിൽ നമുക്കത് ബോധ്യപ്പെടുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുക. നമുക്കെല്ലാവർക്കും അറിയാം, കേട്ട് പഠിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുക കണ്ടു പഠിക്കുക. അത് തന്നെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, വർഷങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് K ഹംസ അധ്യക്ഷനായി. BPO മുഹമ്മദ് അലി, ടെക് പ്രതിനിധികളായ അജിത്ത്, സിറാജ്, പ്രധാനാധ്യാപിക KA രാധിക, സ്റ്റാഫ് സെക്രട്ടറി ജയമോഹൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു.
നെല്ലായ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിൽ മിലാദ് ഫെസ്റ്റിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് നെല്ലായ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിൽ മിലാദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മിലാദ് ഫെസ്റ്റിന്റെ ഭാഗമായി കലാസാഹിത്യ വിഭാഗങ്ങളിൽ 150 ഇനങ്ങളിൽ വിവിധ മത്സരങ്ങൾ നടക്കും. ബുർദ, ദഫ് മത്സരങ്ങൾ, വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവയും ഉണ്ടാകും. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും അൻവരിയ അറബിക് കോളേജ് വൈസ് പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ പി. സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മത ആചാരപരമായ കാര്യങ്ങളിൽ യുക്തിവാദാശയങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന് പി. സുരേന്ദ്രൻ പ്രഭാഷണത്തിൽ പറഞ്ഞു. മനുഷ്യാവകാശം പറയുമ്പോൾ ചേർത്ത് പറയണം, വേണ്ടേ? എല്ലാ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ചേർത്ത് പറയണം. അല്ലെങ്കിൽ വിശ്വാസികളെ അവരുടെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. ഇതിൽ ഇടപെട്ട് ഇതിനെ കാലുഷ്യത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ബുദ്ധി. ഞാനങ്ങനെ അവിടെ എൻ്റെ വിശ്വാസത്തിനല്ല പ്രാധാന്യം, മറിച്ച് എൻ്റെ കുടുംബത്തിലെ ആചാരത്തിനും അമ്മയുടെ ആചാരത്തിനുമാണ് പ്രാധാന്യം. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പങ്ക് കൊടുത്താൽ വേണമെങ്കിൽ യുക്തിവാദികളെ പോലെ ഞാൻ പങ്കിനൊന്നും ആദരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗം നിർത്താതിരിക്കാം. പക്ഷേ ആ പ്രസംഗം നിർത്തി പങ്കുവിളിയെ അവസാനിപ്പിച്ചതിന് ശേഷം തുടരുന്നതാണ് ഈ സാമൂഹ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അസാധാരണമായ ചില കാര്യങ്ങളുണ്ട്, അത് പാലിക്കുന്നതൊക്കെയാണ് നല്ലത്. കോളേജ് ജനറൽ സെക്രട്ടറി ഖാസി സി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ അഷറഫ് അൻവരി, അബൂബക്കർ ഭാഗവി, ഇക്ബാൽ ഭാഗവി, മുഹമ്മദ് അലി അൻവരി, കുഴിപ്പുറത്ത് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്ത്ര സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റുമായിരുന്ന PT ഭാസ്കര പണിക്കരെ അനുസ്മരിച്ചു. വിവിധ പരിപാടികളോടെയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഒരുപക്ഷേ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ജോലി അധ്യാപനമാണ് എന്ന് ഞാൻ ആ ചര്യയിൽ കൂടെ കടന്നു വന്ന ആളെന്ന നിലയ്ക്ക് മാത്രമല്ല, ഇത്രയേറെ ആകർഷകമായ, ഇത്രയേറെ ബഹുമാന്യമായ മറ്റൊരു ജോലി ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ അധ്യാപകനായി ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ എന്തുകൊണ്ട് നമുക്കൊരു ശാന്തി നികേതനം ഉണ്ടായിക്കൂടാ. ബാലശാസ്ത്ര പരീക്ഷ, ജില്ലാതല പ്രതിഭാ സംഗമം എന്നിവയാണ് PT ഭാസ്കര പണിക്കർ അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്നത്. അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിലെ സുവർണ ജൂബിലി സ്മൃതി മണ്ഡപത്തിലാണ് പരിപാടികൾ നടന്നത്. KP രമണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. E രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ ISRO ശാസ്ത്രജ്ഞൻ വെങ്കിടകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. KT ഉണ്ണികൃഷ്ണൻ, C രാമചന്ദ്രൻ, K മിനി, M പ്രശാന്ത്, T ഹരിദാസ്, ദാമോദരൻ നമ്പൂതിരി, K അജിത്, T നിരഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവരശേഖരണ, പുസ്തക പ്രദർശനം, സ്കിറ്റ്, പഠന റിപ്പോർട്ട് എന്നിവയുടെ അവതരണം എന്നിവ ഉണ്ടായിരുന്നു. ജില്ലയിൽ നിന്നും 8 കുട്ടികൾക്ക് ഡിസംബർ 29-30 തീയതികളിലായി ബംഗളൂരുവിൽ നടക്കുന്ന ദേശീയ ശാസ്ത്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അർഹത നേടി. തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ പഠനയാത്ര വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. മണ്ണമ്പറ്റ ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തൊഴിലിടങ്ങളും തൊഴിലുപകരണങ്ങളും പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെ പഠനയാത്ര സംഘടിപ്പിച്ചത്. തൊഴിലിടങ്ങളും തൊഴിലുപകരണങ്ങളും പരിചയപ്പെടുക എന്ന പഠന പ്രവർത്തനങ്ങൾക്ക് കാഴ്ചാനുഭവങ്ങൾ നൽകാനാണ് മണ്ണമ്പറ്റ ALP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പഠനയാത്ര സംഘടിപ്പിച്ചത്. വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹോളോബ്രിക്സ് നിർമ്മാണം, കളിമൺ രൂപങ്ങളുണ്ടാക്കൽ, മരങ്ങൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കൽ, നെയ്ത്ത് എന്നീ തൊഴിലിടങ്ങളിലെല്ലാം കുട്ടികളെത്തി കണ്ടും കേട്ടും അനുഭവിച്ചും സ്വായത്തമാക്കി. അവരുപയോഗിക്കുന്ന തൊഴിലായുധങ്ങൾ, തൊഴിൽ രീതികൾ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം അവർ ചോദിച്ചറിഞ്ഞു. കളിമണ്ണ് കറക്കിയെടുത്ത് നിമിഷങ്ങൾക്കകം പല രൂപത്തിലുള്ള പാത്രങ്ങളുണ്ടാക്കിയെടുക്കൽ കുട്ടികൾക്ക് വിസ്മയമായി. മംഗലാംകുന്ന് ഭരതൻ്റെയും മകൻ ജിഷ്ണുവിൻ്റെയും കൂടെ കളിമൺ നിർമ്മാണത്തിന് കുട്ടികളും പങ്കെടുത്തു. പാത്രനിർമ്മാണം, ചൂളക്കിടൽ, കളിമൺ സംസ്കരണം എന്നിവയെക്കുറിച്ചെല്ലാം ഇവർ കുട്ടികളോട് സംസാരിച്ചു. തുടർന്ന് മണ്ണമ്പറ്റ മണികണ്ഠൻ്റെ ഹോളോബ്രിക്സ് നിർമ്മാണശാല, മൂടേങ്ങോട് ചന്ദ്രൻ്റെ മരപ്പണിശാല, പുളിയക്കാട്ടുതെരുവ് കൃഷ്ണരാജൻ്റെ നെയ്ത്തുശാല എന്നിവിടങ്ങളും കുട്ടികൾ സന്ദർശിച്ചു. പ്രബോധകനായ പ്രവാചകൻ എന്ന പ്രമേയത്തിൽ ജമാഅത്തെ ഇസ്ലാമി പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. മതസംഘടനകളുടെ സൗഹാർദ്ദത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചർച്ചാ സംഗമം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിൻ്റെ വിശാലതയുടെ അടയാളമായി കണ്ടുതന്നെ ഒരുമയും സഹകരണവും ഇസ്ലാമിക ചരിത്രത്തിൽ നിറഞ്ഞു നിന്നതായി കാണാനാവും. ലക്ഷ്യം മറന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നമുക്ക് സാധിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
കേരള ഖത്തീബ് കൗൺസിൽ ചെയർമാൻ EM മുഹമ്മദ് അമീൻ പെരുമ്പിലാവ് വിഷയാവതരണം നടത്തി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഉസ്മാൻ താമരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് KP അബൂബക്കർ, കൺവീനർ ഇക്ബാൽ ഏലംകുളം, അബ്ദുസമദ് തുടങ്ങിയവർ സംസാരിച്ചു. അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ സ്മരണാർത്ഥം മണ്ണാർക്കാട് കല്യാണക്കാപ്പിൽ പ്രവർത്തിക്കുന്ന ബീരാൻ ഔലിയ ബാലിക യത്തീംഖാന ഞായറാഴ്ച പ്രഭാഷണ സദസ്സ് സംഘടിപ്പിക്കുന്നു. പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. 2019 മാർച്ചിൽ ബാലിക യത്തീംഖാനയിലെ 3 പേരുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനുള്ള ചിലവിലേക്കായാണ് പ്രഭാഷണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു. KC അബൂബക്കർ ദാരിമി ചടങ്ങിൽ അധ്യക്ഷനാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അമ്പകുന്ന് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ നാമധേയത്തിൽ കല്യാണക്കാപ്പിൽ സ്ഥാപിതമായ ബീരാൻ ഔലിയ മെമ്മോറിയൽ അനാഥ അഗതി മന്ദിരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 2-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കേരളത്തിലെ പ്രഗത്ഭ വാഗ്മിയും അബുദാബി ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ സ്കൂളിലെ ഇസ്ലാമിക് സ്റ്റഡീസ് വകുപ്പ് മേധാവിയുമായ സിംസാറുൽ ഹക്ക് ഉദവിയുടെ മതപ്രഭാഷണം നടക്കുകയാണ്. ഭാരവാഹികളായ ഹബീബ് ഫൈസി കോട്ടപ്പാടം, ഫഖ്റുദ്ദീൻ ഉസ്താദ്, സാജിദ് ഫൈസി, നാസർ ഫൈസി, സൈനുദ്ദീൻ ഫൈസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അരക്കപറമ്പ് കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് ഭഗവതിയുടെ മൂലസ്ഥാനമായ മണ്ണിൽ കണ്ണാദിയിൽ തറവാട് മണ്ഡപത്തിൽ നിന്നും ഗജവീരൻ്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയിൽ കാഴ്ചശീവേലിയും ഉണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷം കൊച്ചിൻ നടന അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. തുടർന്ന് ഇരട്ട തായമ്പകയും ഉണ്ടായിരുന്നു. സമസ്ത താഴേക്കോട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്ര വർണ്ണാഭമായി. 23 മഹല്ല് കമ്മിറ്റികളിൽ നിന്നായി 2500ഓളം പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. സമസ്ത താഴേക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12ാം വർഷമാണ് മലബാറിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന നബിദിന ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. 23 മഹല്ല് കമ്മിറ്റികളിൽ നിന്നും 2500ഓളം പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഘോഷയാത്രയിൽ കാഴ്ചക്കാർക്ക് ഇമ്പമേകി താഴേക്കോട്, കരിങ്കലത്താണി, പൂവത്താണി റേഞ്ചുകളിലെ 50ഓളം മദ്രസകളിൽ നിന്നായി ഓരോ ദഫമുട്ട് സംഘവും ഫ്ലവർ ഷോ ടീമും ഉണ്ടായിരുന്നു. SKSSF വികായ ടീമും ദസ് അറബിക് കോളേജിലെ വിദ്യാർത്ഥികളും ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഇമ്പിച്ചിക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തവണ തിരുനബി അനുപമ വ്യക്തിത്വം എന്ന പ്രമേയത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഊട്ടി മുഹമ്മദ് മുസ്ലിയാർ, AK ആലിപ്പറമ്പ്, അബ്ദുൾ അസീസ് ഫൈസി, ശുക്കൂർ മദനി, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK നാസർ എന്നിവർ മുഖ്യാതിഥികളായി. താഴേക്കോട് മുതൽ കരിങ്കലത്താണി വരെയാണ് ഘോഷയാത്ര നടന്നത്. തൂതപ്പുഴയിൽ ചുണ്ടമ്പറ്റ നാട്യമംഗലം പാണ്ഡ്യാട്ടുകടവിൽ നിന്നും മണൽ കടത്താൻ ശ്രമിച്ച മിനി ലോറി കൊപ്പം പോലീസ് പിടികൂടി. രാത്രികാല പരിശോധനയിലാണ് മണൽ കടത്താൻ ശ്രമിച്ച വാഹനവും മണൽ ചാക്കുകളും പിടികൂടിയത്. പുഴയിൽ മണൽ കടത്ത് വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത്. വാണിജ്യ വാർത്തകൾ. സ്വർണ്ണ വ്യാപാരികൾക്ക് മൊത്തമായും ചില്ലറയായും തങ്കം ലഭ്യമാക്കുന്ന വെബ്ജിയോർ ബുള്ളിയൻ ട്രേഡിംഗ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. മഞ്ഞളാംകുഴിയിൽ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ബുള്ളിയൻ വിപണന രംഗത്ത് പുതിയ കാൽവെപ്പുമായാണ് വെബ്ജിയോർ ബുള്ളിയൻ ട്രേഡിംഗിൻ്റെ കൗണ്ടർ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുനിസിപ്പൽ ഓഫീസിന് സമീപം പീസ് ടവറിൽ ആരംഭിച്ച സ്ഥാപനം ശനിയാഴ്ച രാവിലെ മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി.
തങ്കം ലഭിക്കാൻ ഇതര ജില്ലകളെയും സംസ്ഥാനങ്ങളെയും ആശ്രയിച്ചിരുന്ന സ്വർണ്ണ വ്യാപാരികൾക്ക് ഏറെ പ്രയോജനകരമാകുന്നതാണ് സ്ഥാപനം. പണം ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് തന്നെ ആവശ്യമായ അളവിലും ഏറ്റവും കുറഞ്ഞ നിരക്കിലും GST റിട്ടേണും നൽകിക്കൊണ്ട് ജ്വല്ലറി സംരംഭകർക്കും മറ്റ് ഇടപാടുകാർക്കും തങ്കം ലഭിക്കുന്ന സൗകര്യപ്രദമായ രീതിയിലാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം. ഉദ്ഘാടന ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ റഫീഖ് പാറയിൽ, അരവിന്ദ് ആനന്ദ് മാലി, MT സുൽഫിക്കർ അലി, ഫൈസൽ പുക്കാട്, ജലീൽ KP, സജാദ് CH, മുഹമ്മദ് റോഷൻ, ആനന്ദ് മാലി എന്നിവർ പങ്കെടുത്തു. എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും കാണുന്നതിനും പ്രതികരണം ആരായുന്നതിനും മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. പൊതുവേദികളിലും മറ്റു സ്ഥലങ്ങളിലും വെച്ച് ഇനി മുൻകൂട്ടി അനുവാദം തേടാതെ മന്ത്രിമാരുടെ ദൃശ്യങ്ങൾ പകർത്താനോ അഭിമുഖം ചെയ്യാനോ പാടില്ലെന്നാണ് നിർദ്ദേശം. സർക്കാരിൻ്റെ ഈ നടപടി ശരിയോ? ഇവിടെ മാധ്യമ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വമ്പിച്ച രീതിയിലെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മാധ്യമത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെ നിയന്ത്രിക്കാൻ കാരണം? കാരണം ഇത് പറയുന്ന ആളുകൾ പല രീതിയിലും പല സംഗതികളെ ഭയപ്പെട്ടത് കൊണ്ടാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതോടുകൂടി ഒരുപാട് സത്യങ്ങൾ മൂടി വെക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സത്യങ്ങൾ പുറത്തു വരുന്നത് ഭയപ്പെട്ടുകൊണ്ട് ചില ആളുകൾ മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് എതിരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ തന്നെ ഈ രീതിയിലുള്ള ശ്രമങ്ങൾ പല രീതിയിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഏകാധിപത്യത്തിലേക്ക് ഈ സംഗതികൾ വരാൻ സാധ്യതകളുണ്ട്. കാരണം ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മമാണ്. ആ ധർമ്മത്തെയാണ്, മാധ്യമധർമ്മത്തെയാണ് ഇവരില്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് പുതുതായി പുറപ്പെടുവിച്ചിട്ടുള്ള മാധ്യമ നിയന്ത്രണം, അതായത് PRD നൽകുന്ന വിവരങ്ങൾ മാത്രം മാധ്യമങ്ങൾക്ക് നൽകുക, അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് മേലുള്ള കൈകടത്തലാണ് ഇത്തരം പ്രവൃത്തി എന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മാധ്യമ നിയന്ത്രണത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിലും മാധ്യമത്തിന് വളരെയേറെ മുഖ്യമായ സ്ഥാനമാണ്. ഇപ്പോഴുള്ള ഈ നിയന്ത്രണം ചിലത് സർക്കാരുകൾക്ക് ജനങ്ങൾക്കിടയിൽ നിന്നും മറച്ചു വെക്കാനുള്ളത് ഉണ്ട് എന്നാണ് തെളിയിക്കുന്നത്. ഇത് ഏകാധിപത്യത്തിലേക്കുള്ള, കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും ഇത്തരമുള്ള നിയന്ത്രണങ്ങൾ വരുന്നു. കേരളത്തിൽ ഇത്തരം നിയന്ത്രണം വരുന്നത് എന്തിനേക്കോ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പലതും മറച്ചു വെക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴുള്ള നിയന്ത്രണം. ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇവിടെ പാടില്ല മാധ്യമങ്ങൾക്കെതിരെ എന്നാണ് പറയാനുള്ളത്. അത് ജനാധിപത്യത്തിന് എതിരായി മാറും. ജനങ്ങളോട് സത്യം പറയുന്നതിൽ എന്തൊക്കെയോ വളച്ചുകെട്ടലിന് വേണ്ടിയുള്ള ഒരു ടൈമിങ്ങിന് വേണ്ടിയാണ് അത്തരത്തിലുള്ളത് നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഏറ്റവും ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ എടുക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബന്ധപ്പെട്ട ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കേണ്ടത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പൊതുസ്ഥലങ്ങളിലോ എവിടെ വെച്ചിട്ടാണെങ്കിലും മന്ത്രിമാരുടെയൊക്കെ നിലപാട് അറിയാൻ പത്രങ്ങൾ ശ്രമിക്കും എന്നുള്ളത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അതൊന്നും ഒരു തരത്തിലും കേരളത്തിൻ്റെ സ്വൈര ജീവിതത്തിന് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നിരിക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം നിലപാടുകളെ തള്ളിപ്പറയുന്നതും നിരോധിക്കുന്നതും എന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരു ഫാസിസ്റ്റ് നയത്തിൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള നീക്കമാണ്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നീക്കമല്ല. പത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ജോലി ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ കേരളം, ഈ ജനാധിപത്യ ഇന്ത്യ അനുവദിച്ചു നൽകുന്നതുമാണ്. ജനാധിപത്യത്തിൻ്റെ മൂന്നാം തൂൺ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ പത്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അണിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുന്നത് ഖേദകരമാണ്. ഈ നീക്കത്തിൽ നിന്ന് കേരള സർക്കാർ പിന്മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
പ്രധാന വാർത്തകൾ വീണ്ടും. പീഡന പരാതിയിൽ CPM അച്ചടക്ക നടപടിയെടുത്ത PK ശശി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ജനകീയ വിചാരണ. പരാതി അന്വേഷിച്ച മന്ത്രി AK ബാലനാണ് ഈ പീഡനക്കേസിൽ ഒന്നാം പ്രതിയെന്ന് K മുരളീധരൻ MLA. AK ബാലന്റേത് സത്യപ്രതിജ്ഞാ ലംഘനം. CPM അച്ചടക്ക നടപടിക്ക് ശേഷം PK ശശി MLA പങ്കെടുത്ത ചെറുപ്പശ്ശേരിയിലെ ആദ്യ പരിപാടിയിൽ നിന്നും ക്ഷണിതാക്കളായ CPM ജില്ലാ കമ്മിറ്റി അംഗം PK സുധാകരനും ഏരിയ സെക്രട്ടറിയും വിട്ടുനിന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. UDFും BJPയും ചടങ്ങ് ബഹിഷ്കരിച്ചു. വിശ്വാസികളുടെ ആചാരങ്ങൾ തകർക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നതെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി. കോടതി വിധിയുടെ മറവിൽ അയ്യപ്പ ഭക്തരെ മനഃപൂർവ്വം അവഹേളിക്കുന്നു. താലൂക്ക് സഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും നടപ്പാകുന്നില്ലെന്ന് പരാതി. പട്ടാമ്പി പെരിന്തൽമണ്ണ താലൂക്ക് സമിതികളിൽ ഉയർന്നത് ഒരേ ആക്ഷേപം. യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ. മണ്ണാർക്കാട് ദേശീയപാത നവീകരണം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കാനാകുമെന്ന് താലൂക്ക് സഭയിൽ ദേശീയപാത വിഭാഗം. ലോക എയ്ഡ്സ് ദിനാചരണം. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. എയ്ഡ്സ് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിൽ നടന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഗ്രാമസഭാ യോഗത്തിൽ ബഹളവും വാക്കേറ്റവും. വോട്ടർമാരെ അറിയിക്കാതെ തന്നിഷ്ടക്കാരെ വിളിച്ചാണ് ഗ്രാമസഭ ചേർന്നതെന്ന് പരാതി. പദ്ധതികളിൽ അഴിമതിയും ക്രമക്കേടുമെന്നും ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.